എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super absorbent Bobby's diaper. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്. നിലമ്പൂർ ബൈപ്പാസ് എംഎൽഎയുടെ അവകാശവാദം തള്ളി LDF. ആര്യാടൻ ഷൗക്കത്ത് MLA എട്ടുകാലി മമ്മൂഞ്ഞി ചമയുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നിലമ്പൂർ ബൈപ്പാസിന് 227.18 കോടി രൂപ അനുവദിച്ചതിന്റെ തുടർപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ടത്തിന് 35 കോടിയുടെ സാങ്കേതിക അനുമതി ലഭിച്ചതെന്ന് LDF നേതാക്കൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MLA ആയ ശേഷം നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാൻ അവസരം ലഭിക്കും മുൻപ് എല്ലാം താൻ കൊണ്ടുവന്നതെന്നാണ് MLAയുടെ അവകാശവാദമെന്നും നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ ബൈപ്പാസിനും നിലമ്പൂർ ടൗൺ നവീകരണത്തിനും തുരങ്കം വെച്ചവരാണ് ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സത്യം ജനങ്ങൾക്കറിയാം. ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടിയെ തുടക്കം മുതൽ എതിർത്ത കോൺഗ്രസ് ഇപ്പോൾ ആശുപത്രി വികസനം യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടതോടെ വീണ്ടും തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആശുപത്രി HMC യോഗത്തിൽ ആര്യാടൻ ഷൗക്കത്ത് MLA പുതിയ സ്ഥലം കണ്ടെത്തണമെന്ന ആശയമാണ് പങ്കിട്ടത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നിലപാടിനൊപ്പം നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഈ ജനവിരുദ്ധ നിലപാടെന്നും അവർ ആരോപിച്ചു. പത്രപ്രവർത്തക സുഹൃത്തുക്കളെയും ചില പ്രാദേശിക മാധ്യമങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും അദ്ദേഹത്തിന്റെ വഴിക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ചില മാധ്യമങ്ങൾ അതിനനുസരിച്ച ചില വാർത്തകളും അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UP സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കുക, ഇത് പഴയ MLA മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ കൂടെ 100% യോജിച്ചു നിന്നതാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വന്നതിന് ശേഷം അതിനാവശ്യമായ മുനിസിപ്പാലിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെല്ലാം സ്വീകരിച്ചതാണ്. ബാക്കി സ്വാഭാവികമായും 2 വകുപ്പുകൾ എന്ന നിലക്കുള്ള അതിന്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ MLA വന്നപ്പോ അതിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ അതിനെ സംബന്ധിച്ച് അവകാശവാദം പരിശോധിച്ച് വന്നപ്പോ അപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലെ UDF പ്രതിപക്ഷം, കോൺഗ്രസ് പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൂടെ കോൺഗ്രസ്, കാരണം PV അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇതിനോട് സഹകരിച്ചവരാണ്. അദ്ദേഹവും കൂടെ നിന്നതാണ്. ഇതിന്റെ കൂടെ ഉള്ളതുപോലെ പറഞ്ഞല്ല. പക്ഷെ കോൺഗ്രസ് അവര് വിയോജനക്കുറിപ്പ് കൊടുത്തിരിക്കുകയാണ്. രേഖാമൂലം ഇപ്പൊ പുറത്തു വന്നല്ലോ. ആ വിയോജനക്കുറിപ്പ് മാത്രമല്ല, ആ സ്കൂളിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ PTA കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറയുന്നത് ഇവിടുത്തെ അടുക്കളക്കാരനാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ PTA കമ്മിറ്റി സ്വീകരിച്ച നിലപാടും പരസ്യമായ നിലപാടാണല്ലോ. ചില ആളുകൾ വൈകാരികമായി പ്രതികരിക്കാൻ തയ്യാറാണ്. കാരണം ആ സ്കൂളിൽ അവിടെ പോകുമ്പോഴുള്ള നൊസ്റ്റാൾജിയ പ്രകടിപ്പിച്ച ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അവരുടെ കുട്ടികൾ പഠിക്കുന്ന PV സ്കൂളാണ്. അപ്പൊ നൊസ്റ്റാൾജിയുടെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ആ തലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സം നിന്നവരാരാണ്? അതിന് രേഖകൾ സഹിതം തെളിവുകൾ സഹിതം പുറത്തു വരുന്ന സ്ഥിതി വന്നു. ഇപ്പൊ ബൈപ്പാസിന്റെ ഒരു ഘട്ടം വരിക, വലിയ അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA ജനപ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ പോസിറ്റീവായി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും സ്വാഗതം ചെയ്യുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് LDF ഉള്ളത്. അതിവിടെ മാത്രമല്ല, നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിന് LDF രാഷ്ട്രീയ നിറം നോക്കാതെ പിന്തുണയ്ക്കും. വികസനവുമായി ബന്ധപ്പെട്ട് MLA സ്വന്തമായ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാൽ പൂർണ്ണ പിന്തുണ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരുടെ മുമ്പാകെ ഈ ബൈപ്പാസ് അതിന്റെ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മയുടെ മുമ്പാകെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 277.78 കോടി രൂപയുടെ ധനാനുമതിയായി സാങ്കേതികമായി എല്ലാ സംഗതികളും പൂർത്തീകരിച്ചു, ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു താമസം വരും. ഇപ്പോൾ അതിന്റെ ഒരു സ്റ്റെപ്പ് നീക്കുകയാണ്. ഞങ്ങൾ പറയുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമല്ല, ബൈപ്പാസ് പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടണം. അതിന് സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ധനസഹായം വിതരണം ചെയ്യേണ്ട പ്രശ്നം വളരെ ഗൗരവമായ പ്രശ്നമാണ്.
വളരെ അടിയന്തരമായി അതിന്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ആ പ്രൊജക്ട് സമ്പൂർണ്ണമായി നടപ്പാക്കണം. MLA UDF ആണോ അല്ലേ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള പ്രശ്നമല്ല. പരാജയമൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി കഴിഞ്ഞതാണ്. ഞങ്ങൾ സ്വയം വിമർശനപരമായി പരിശോധിക്കാനുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞതാണ്. അതിൽ വിജയിച്ചെങ്കിലും വല്ലാതെ മേനി നടിക്കാനൊന്നും ഇല്ല എന്ന യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് വേറെ വസ്തുത. ഇപ്പം അങ്ങോട്ട് പോകല്ല. ഈ ബൈപ്പാസ് എന്താ അവകാശവാദം? ഇപ്പൊ MLA വന്നപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത് വല്ലാത്ത വേഗത നടക്കുകയാണ്. ചില മാധ്യമങ്ങളിലൊക്കെ ആ നിലയിലുള്ള പ്രചരണം ആരംഭിച്ചു, സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു. വസ്തുതകളായി കാണണ്ടേ? MLA എന്ന നിലയ്ക്ക് പല ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ അതിൽ ഉൾപ്പെടുത്തിയാൽ അതിനെ അംഗീകരിക്കാനും അതിനോടും സഹകരിക്കാനും MLA എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളോടും സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഒരു MLA അപ്പുറത്തുള്ള ഒരാളാണ് എന്ന നിലയിലുള്ള ഒരു വിരോധം അക്കാര്യത്തിൽ കാണിക്കില്ല. പക്ഷേ വസ്തുതകളായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നീങ്ങി എന്നുള്ളത് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അപ്പൊ ഇതിൽ അതിരുകളഞ്ഞ അവകാശവാദമായിട്ട് വരണം. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇപ്പൊ ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ കാണിച്ച ഒരു നാടകം ഉണ്ടല്ലോ, ആ നാടകം വീണ്ടും അരങ്ങേറാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കരുത്. ദയവായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജില്ലാ ആശുപത്രി കണ്ണുവെച്ചതുപോലെ അള്ളുവെക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ബൈപ്പാസ് ആയാലും കോളേജായാലും എല്ലാ നടപടിയും പൂർത്തീകരിച്ചിരിക്കുകയാണ് കോളേജിന്റെ. ഇദ്ദേഹം ചുമതല എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണം കൈമാറാനുള്ള എല്ലാ നടപടിയും പൂർത്തിയായി. ബാക്കിയുള്ളത് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കലും ഒക്കെ നിമിഷവേഗം കൊണ്ട് നടക്കുന്ന ഒന്നല്ലല്ലോ. ഈ 6 മാസം കൊണ്ട് തീരുന്ന ഒന്നല്ല. അതിൻ്റെതായ സമയം പിടിക്കും. എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നിലമ്പൂർ ടൗൺ, അതിനിടയിൽ ഇദ്ദേഹം MLA ആയപ്പോൾ ഒരു ചാനൽ കാണിച്ചു, അവിടെ ഒരു കുഴി, ബസ് സ്റ്റാൻഡ് കുഴിയുണ്ട്, വസ്തുതയാണ്. വല്ലാത്ത മഴ പെയ്തു, അതിന്റെ പ്രയാസം ഉണ്ടായി. ഇപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ കുഴിയുടെ അപ്പുറത്ത് 200 മീറ്റർ അപ്പുറത്ത് നിലമ്പൂർ അങ്ങാടിയിൽ, നിലമ്പൂർ പട്ടണത്തിൽ 7 മീറ്റർ ഉണ്ടായിരുന്ന വീതി, റോഡിന്റെ വീതി 13 മീറ്ററായി വർദ്ധിച്ചു. അവിടെ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിന്റെ ബാക്കിയുള്ള 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അന്നുണ്ടായ പ്രൊജക്റ്റാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ് ഒരു 5 കോടി രൂപയുടെ വികസനം എല്ലാ മണ്ഡലത്തിലും. ഇവിടെ മാത്രമല്ല, അതിന്റെ ഭാഗമായി അതിന്റെ ബാക്കി പണി നടക്കുകയാണ്. അപ്പൊ അതിൽ അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ MLAക്ക് മുൻകൈ ഉണ്ടാകാൻ പാടില്ല എന്നൊന്നല്ല ഞങ്ങൾ പറയുന്നത്. ഉണ്ടാകാം, മറ്റു പല മണ്ഡലങ്ങളുണ്ട്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനത്തെ ഇങ്ങനെ വില കുറഞ്ഞ അവകാശവാദങ്ങളിലൂടെ തട്ടിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഇടപെട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ആ നിലയിൽ പ്രചരണം കൊണ്ട് ഏതെങ്കിലും മാധ്യമത്തിൽ ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പക്ഷപാതിത്വത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായ പ്രചരണം നടത്തി ആ പ്രചരണം കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം E. പത്മാക്ഷൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K. മോഹൻ, കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ്, INL നിയോജക മണ്ഡലം പ്രസിഡന്റ് പറാട്ടി കുഞ്ഞാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ്, Indian Nursing Council, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.